ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമാണ് സമ്മതിദാന അവകാശമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 15ാമത് ദേശീയ സമ്മതിദായക ദിനാഘോഷ ചടങ്ങിനെ രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തെ ആഘോഷിക്കുന്നതിനുള്ള അവസരമാണ് ദേശീയ സമ്മതിദായക ദിനാഘോഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വയനാട് മാനന്തവാടിയിലെ കടുവ ആക്രമണത്തിൽ പ്രതിഷേധം രൂക്ഷം. കടുവയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി വനംവകുപ്പ്. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ US സുപ്രീംകോടതിയുടെ അനുമതി. വാർത്തകൾ വിശദമായി. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമാണ് സമ്മതിദാന അവകാശമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 15ാമത് ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയുടേത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെ യുവാക്കളുടെ മികച്ച പങ്കാളിത്തവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളും അഭിനന്ദനീയമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. देशवासियों के लिए ये गर्व की बात है कि हमारा लोकतंत्र विश्व का प्राचीनतम लोकतंत्र होने के साथ साथ विश्व का सबसे विशाल, विविधतापूर्ण, युवा, समावेशी और संवेदनशील लोकतंत्र भी है. आधुनिक विश्व के लिए भारत का लोकतंत्र एक अनोखा उदाहरण है. निर्वाचन आयोग के प्रबंधन, मतदाताओं की भागीदारी, सुरक्षा कर्मियों तथा इलेक्शन मशीनरी में सहयोग देने वाले नागरिकों के बल पर भारतीय लोकतंत्र द्वारा जिस विशाल पैमाने पर चुनाव आयोजित किए जाते हैं वो पूरे विश्व में अतुलनीय है. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിന് സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വോട്ടിംഗ് പോലെ മറ്റൊന്നുമില്ല, ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. ദേശീയ സമ്മതിദായക ദിനം ജനാധിപത്യത്തിന്റെ ആത്മാവിനെ ബഹുമാനിക്കാനുള്ള അവസരം കൂടിയാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 75 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഈ വർഷത്തെ ദേശീയ സമ്മതിദായക ദിനം സവിശേഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ സമ്മതിദായക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തെ ആഘോഷിക്കുന്നതിനും വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുന്നതിൽ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനുമുള്ള അവസരമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സമ്മതിദാനം എന്നത് അവകാശം മാത്രമല്ല, പൌരന്മാരുടെ കടമ കൂടിയാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ദേശീയ സമ്മതിദായക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പ്രതിജ്ഞ ഗവർണർ ചൊല്ലിക്കൊടുത്തു. ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ പൊതുപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പ്രതിരോധം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നിരവധി കരാറുകളിലും ഒപ്പുവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവരുമായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റിന് ആചാരപരമായ സ്വീകരണം നൽകി. രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധിയുടെ സമാധിയിൽ അദ്ദേഹം പുഷ്പചക്രം സമർപ്പിച്ചു. നാളെ കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 7 മണി മുതൽ ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ദൂരദർശന്റെ പ്രാദേശിക ചാനലുകളിലും സംപ്രേഷണമുണ്ടാകും. ആകാശവാണിയുടെ പ്രാദേശിക ശൃംഖലകളിലും രാത്രി 9:30 മുതൽ പ്രാദേശിക ഭാഷാ പതിപ്പുകൾ പ്രക്ഷേപണം ചെയ്യും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 942 പേർക്ക് ധീരതയ്ക്കും വിശിഷ്ട സേവനത്തിനുമുള്ള പുരസ്കാരം പോലീസ്, അഗ്നിശമന സേന, ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, കറക്ഷണൽ സർവീസ് വിഭാഗങ്ങളിലുള്ളവർക്കാണ് അവാർഡ്. 95 പേർക്കാണ് ധീരതയ്ക്കുള്ള പുരസ്കാരം.
റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കാൻ അവസരം ലഭിച്ച കോട്ടയം സ്വദേശിയും അങ്കണവാടി പ്രവർത്തകയുമായ മിനിമോൾ ഓസി ആകാശവാണി വാർത്തകളോട് സന്തോഷം പങ്കുവയ്ക്കുന്നു. വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി കൃത്യസമയത്ത് CDPO സൂപ്പർവൈസറുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് 2022-23 വർഷത്തെ മികച്ച അങ്കണവാടി വർക്കറായി കോട്ടയം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുവാൻ ഇടയായി. ഇതിന്റെ ഭാഗമായിട്ട് ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ജീവിത പങ്കാളിയുമൊത്ത് പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം ലഭിച്ചതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. എന്റെ കൈകളിലൂടെ ഓരോ വർഷവും കടന്നുപോകുന്ന ഓരോ കുരുന്നുകൾക്കും ഇതുപോലെയുള്ള അസുലഭ അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങ് കാണാനെത്തുന്നവർക്കായി ഡൽഹി മെട്രോ നാളെ പുലർച്ചെ 3 മണി മുതൽ എല്ലാ ലൈനുകളിലും സർവീസുകൾ ആരംഭിക്കും. നാളെ രാവിലെ 6 മണി വരെ 30 മിനിറ്റ് ഇടവേളകളിൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്നും ബാക്കിയുള്ള ദിവസങ്ങളിൽ പതിവ് ടൈം ടേബിൾ പിന്തുടരുമെന്നും ഡൽഹി മെട്രോ അറിയിച്ചു. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ആകാശവാണി സംഘടിപ്പിക്കുന്ന ദേശീയ കവി സമ്മേളനം ഇന്ന് രാത്രി 10 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി പ്രക്ഷേപണം ചെയ്യും. 400ഓളം കവികൾ പരിപാടിയുടെ ഭാഗമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. റേഷൻ കാർഡ് ഉടമകൾക്ക് അർഹതയുള്ള ഭക്ഷ്യധാന്യ വിഹിതം ലഭ്യമാകുന്നതിന് തടസ്സമാകുന്ന പ്രവൃത്തികൾ ഗൌരവത്തോടെ കാണുന്നതായും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം രൂക്ഷം. കടുവയെ കൊല്ലുമെന്ന് കാണിച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ അവ്യക്തത ആരോപിച്ച് പഞ്ചാരക്കൊല്ലിയിൽ DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവച്ചു. വിഷയത്തിൽ നാളെ മുഖ്യ വനപാലകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം ചേരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. അതേസമയം കടുവയ്ക്കായുള്ള തെരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കി. ജനാധിപത്യത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ കാലത്ത് കോടതി നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തലശ്ശേരിയിൽ ജില്ലാ കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 10 കോടതികളുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ നിർവഹിച്ചു. ഇന്ത്യ-ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണി മുതലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ആദ്യ കളി ജയിച്ച് മുന്നിലാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ബെലാറസ് താരവും നിലവിലെ ചാമ്പ്യനുമായ ആര്യന സബലെങ്ക അമേരിക്കയുടെ മാഡിസൺ കീസുമായി ഇന്ന് ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനൽ പോരാട്ടത്തിൽ ഇറ്റലിയുടെ യാനിക് സിന്നർ ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ US സുപ്രീം കോടതിയുടെ അനുമതി. 160 പേരുടെ മരണത്തിനിടയാക്കിയ 2008 ഭീകരാക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായിയാണ് ഇയാൾ. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. 64-കാരനായ റാണ ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിൽ തടവിലാണ്. അമേരിക്കയിൽ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു. US-ന്റെ 47ാം പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലാണ് നടക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമാണ് സമ്മതിദാന അവകാശമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 15ാമത് ദേശീയ സമ്മതിദായക ദിനാഘോഷ ചടങ്ങിനെ രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തെ ആഘോഷിക്കുന്നതിനുള്ള അവസരമാണ് ദേശീയ സമ്മതിദായക ദിനാഘോഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വയനാട് മാനന്തവാടിയിലെ കടുവ ആക്രമണത്തിൽ പ്രതിഷേധം രൂക്ഷം. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി വനംവകുപ്പ്. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെട്ട തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാൻ US സുപ്രീം കോടതിയുടെ അനുമതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.